വെൽക്കം ഓൾ. എൻ്റെ പേര് ആര്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ്. വിമൻസ് റൈറ്റിംഗിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ആൻഡ് കൾച്ചർ കോൺഫ്ലിക്ട് വിത്തിൻ ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഫെമിനിസം ഓൾ ഓവർ ദ ടൈം. ഫെമിനിസ്റ്റിന്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയി പരിശോധിക്കാൻ പോകുന്നത്. And also there are so many literary figures associated with this movement, that is feminism. അപ്പൊ അങ്ങനെയുള്ള കുറെ ലിറ്റററി ഫിഗേഴ്സിനെയും ഇതിന്റെ ഹിസ്റ്ററിയും അപ്പൊ ഓരോ വേവ്സും എല്ലാം തന്നെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ. ഇനി യൂണിറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം അറിയണം, അല്ലെ? എന്താണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്? നമ്മൾ ഇന്ന് ധാരാളം മിസ്കോൺസെപ്ഷൻസും അതുപോലെ തന്നെ ധാരാളം കോൺട്രോവേഴ്സീസും ഒക്കെ നടക്കുന്ന ഒരു ടേം ആണ് അല്ലെ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പം യൂണിറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ടേം എന്നൊന്ന് അനലൈസ് ചെയ്യാം. എന്താണ്? ഇപ്പം ഇവിടെ നോക്കാം. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ദ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇക്വാളിറ്റി ഓഫ് ദ സെക്സസ്. ഏത് സെക്സും ആയിക്കോട്ടെ, മെൻ ആയിക്കോട്ടെ വിമൻ ആയിക്കോട്ടെ, അവരുടെ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇക്വാളിറ്റി ആണ് ഈ ഒരു ഫെമിനിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫെമിനിസം അല്ലാത്തത്? വാട്ട് ഫെമിനിസം ഈസ് നോട്ട്? ഫെമിനിസം ഈസ് നോട്ട് ദ ബിലീഫ് ദാറ്റ് വിമൻ ആർ സുപ്പീരിയർ. സ്ത്രീകളാണ് സുപ്പീരിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹേറ്റിംഗ് എഗനിസ്റ്റ് മെൻ. പുരുഷനെ വെറുക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് നോട്ട് എ മെയിൽ ഒപ്രഷൻ. ഇനി ഇൻട്രൊഡക്ഷൻ, ഇവിടെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. എന്താണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം? In the context of literature, it assesses a text by a female or a male author for its literary value as well as for its representation of the women character. സ്ത്രീ ഓതറിനെ ആയിക്കോട്ടെ, പുരുഷൻ ഓതർ ആയിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ ആരായാലും അവരുടെ വർക്ക്സിലെ സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് അവര് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി പഠിക്കുകയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിലൂടെ. And feminist criticism helps to reassess the existing literary canons of the patriarchal ideologies, political beliefs and also value system that they perpetuate. അവര് എന്ത് പൊളിറ്റിക്കൽ ഐഡിയോളജി ആണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ത് പൊളിറ്റിക്കൽ ബിലീഫാണ്, എന്ത് വാല്യൂ സിസ്റ്റം ആണ് അവർ സമൂഹത്തിന് നൽകാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിലൂടെ. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു മൂവ്മെന്റ്, ഫെമിനിസം എന്ന് പറയുന്ന മൂവ്മെന്റിന് ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലെ? എല്ലാ മൂവ്മെന്റ്സിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. അതേപോലെ തന്നെ ഫെമിനിസ്റ്റിനും എന്തുണ്ട്? ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഇതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദ റൂട്ട് ഓഫ് ദ ഏർലിയസ്റ്റ് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് ഹൗ ടു ബി ട്രേസ്ഡ് ഇൻ ദ 18th century. 18ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. വി ക്യാൻ അനലൈസ് ദ ഒറിജിൻ ഓഫ് ഫെമിനിസം ഇൻ ദ വർക്ക്സ് ഓഫ് മേരി വൂൾസ്റ്റൺക്രാഫ്റ്റ്. ഒരു പ്രോമിനന്റ് ഫിഗർ ആണ് ഓഫ് 18th century. അവരുടെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒരു ഫെമിനിസം എന്ന് പറയുന്ന തോട്ട് ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നത്. And also the work was inspired by the notion of equality and liberty that French Revolution emblematized. Okay, French Revolution പറ്റി നമുക്കറിയാം. 1798 ഉണ്ടായ ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണ്. അപ്പൊ ആ സെയിം മോട്ടോ തന്നെ ആണ് ഇവിടെ ഫെമിനിസ്റ്റിലും മേരി വൂൾസ്റ്റൺക്രാഫ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും എന്താണ്? ലിബർട്ടി വേണം, അവർക്കും ഫ്രട്ടേണിറ്റി വേണം, ആൻഡ് ഓൾസോ അവർക്കും എന്ത് വേണം? ലിബർട്ടി വേണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇക്വാലിറ്റി ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇതെല്ലാം സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് മേരി വൂൾസ്റ്റൺക്രാഫ്റ്റ് ഈ ഒരു വർക്കിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സസ്റ്റൈൻഡ് ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ് ദാറ്റ് ചാലഞ്ച്ഡ് മെനി ഓഫ് ദ കൺവെൻഷണൽ നോഷൻ ഓഫ് ഫെമിനിറ്റി ഓഫ് ഹെർ ടൈം. ഈ 18th centuryയിലെ ഒരു റൈറ്റർ ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ധാരാളം ഇതേപോലെയുള്ള കൺവെൻഷണൽ നോഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ആകാവൂ, അങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ കുറെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടായിരുന്നു. അതിനെയെല്ലാം പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് മേരി വൂൾസ്റ്റൺക്രാഫ്റ്റിന്റെ ഈ ഒരു വർക്ക് കൊണ്ട് സാധിച്ചു. ആൻഡ് വൂൾസ്റ്റൺക്രാഫ്റ്റ് സ്ട്രോങ്ലി എംഫസൈസ്ഡ് ഓൺ ദ ഫീമെയിൽ എഡ്യൂക്കേഷൻ. അവരുടെ ആ വർക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ എംഫസിസ് എന്ന് പറയുന്നത് ഫീമെയിൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്.
Then Wollstonecraft is strongly emphasized on the female education and also at the same time in US. അമേരിക്കയിലും നമ്മുടെ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ഇംഗ്ലണ്ടിലാണെങ്കിൽ അമേരിക്കയിലും സെയിം പ്രോസസ് അല്ലെങ്കിൽ സെയിം മൂവ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മേരി മാർഗരറ്റ് ഫുള്ളർ. ഇനി അടുത്തതായി ഒരു അനദർ പ്രോമിനന്റ് ഫിഗർ ഇൻ ഫെമിനിസം ആണ് വിർജീനിയ വൂൾഫ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഇന്നത്തെ ഫെമിനിസ്റ്റിന്റെ പല ഐഡിയോളജീസും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഈ ഒരു വിർജീനിയ വൂൾഫിന്റെ പല ഐഡിയാസിൽ നിന്നാണ്. അപ്പം വിർജീനിയ വൂൾഫിന്റെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ മോസ്റ്റ് ഓഫ് ഹിസ്റ്ററി അനോണിമസ് വാസ് വുമൻ. സ്ത്രീ എന്ന് പറയുന്നത് ഹിസ്റ്ററി ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ പേര് പലയിടത്തും എന്താണ് അനോണിമസ് ആണ്. അനോണിമസ് മീൻസ് പേരില്ലാതെ അല്ലെങ്കിൽ അവളുടെ പേര് പുറത്ത് പറയാതെ ഭയങ്കര അനോണിമിറ്റി ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഒരിക്കൽ പോലും ധാരാളം കഴിവുകൾ ഉണ്ടായിട്ട് പോലും സ്വന്തം പേരിൽ അറിയപ്പെടാനുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങളൊന്നും അവൾക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ another founding figure of feminism was Virginia Woolf, right? And her idea continue to influence feminist theories even today. And she was the early proponent of androgynous. According to Woolf, the best artists were always of masculine and feminine quality or man-womanly character. ബെസ്റ്റ് ആർട്ടിസ്റ്റ് നല്ല കലാകാരന്മാർ എന്ന് പറയുന്നത് വിർജീനിയ വൂൾഫിന്റെ ഒരു അഭിപ്രായത്തിൽ they have some elements of man womanly character. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും എല്ലാ ക്വാളിറ്റീസും ഒത്തിണങ്ങിയ ഒരാൾക്ക് മാത്രമേ നല്ലൊരു കലാകാരനാകാൻ പറ്റുകയുള്ളൂ എന്നാണ് വിർജീനിയ വൂൾഫ് പറയുന്നത്. ഇനി ഇവിടെ ഒരു വേവ്സ് ഓഫ് ഫെമിനിസം ആണ് പറയുന്നത്, ടൈം ലൈൻ ഓഫ് ദ മൂവ്മെന്റ്. ഈ ഫെമിനിസം എന്ന് പറയുന്ന ഓൾറെഡി നമ്മൾ അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു. കൂടാതെ ഈ ഫെമിനിസം എങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ അതിന്റെ ആ പീരീഡിൽ ഓരോ പീരീഡിലും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പല പല വേവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേവ്സിൽ നമുക്ക് ഫസ്റ്റ് വേവ് ഉണ്ട്, സെക്കൻഡ് വേവ് ഉണ്ട്, തേർഡ് വേവ് ഉണ്ട് ആൻഡ് ഫോർത്ത് വേവ് ഉണ്ട്. അപ്പം ഈ ഒരു വേവ്സ് എല്ലാം ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വേവ് സ്പാൻസ് ഫ്രം 1830 to 1920 ആണ്. ഇനി അതിലെ കീ കൺസേൺസ് അവരെ അഡ്രസ് ചെയ്ത പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിമൻസ് സഫ്രേജ് മീൻസ് എന്താണ്? ഈ ഒരു സഫ്രേജ് എന്ന് പറഞ്ഞ ടേം എന്ന് പറയുന്നത് റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം അതുവരെ സ്ത്രീകൾക്കില്ലായിരുന്നു. അപ്പൊ ആ അവകാശം നേടിയെടുക്കുക. ആൻഡ് ഓൾസോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, മാരേജ് ആൻഡ് പ്രോപ്പർട്ടി ലോസ്, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ഒപ്പോസ്ഡ് ഷാറ്റൽ മാരേജ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽ ഫെമിനിസം. അപ്പൊ ഇവര് ഈ ഒരു ഷാറ്റൽ മാരേജ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഷാറ്റൽ മാരേജ്? ഷാറ്റൽ മാരേജ് മീൻസ് അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടില് ഒരു ആചാരം അല്ലെങ്കിൽ അവര് പണ്ട് മുതൽക്കേ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഷാറ്റൽ മാരേജ് എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വത്തുക്കളും ബാക്കി എന്ത് പ്രോപ്പർട്ടീസ് അവൾ ഓൺ ചെയ്യുന്നു അതെല്ലാം അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ ആയിരിക്കും. അതാണ് ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ ആ ഒരു നിയമമാണ് ഈ ഒരു ഷാറ്റൽ മാരേജ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഫോർമേഷൻ ഓഫ് ദ ഇവാഞ്ചലിക്കൽ ഫെമിനിസം. അന്നത്തെ കാലത്ത് എന്നല്ല ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് മോറലി ഭയങ്കരമായി ചാളനായിട്ടുള്ള കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക, അതാണ് ഈ ഒരു ഇവാഞ്ചലിക്കൽ ഫെമിനിസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മെയിൻ ലിറ്റററി വർക്ക്സ് ഓഫ് ദ പീരീഡ് അതാണ് തന്നിരിക്കുന്നത്. കേറ്റ് ഹോപ്കിൻസ് ദ അവേക്കനിങ്, ഷാർലറ്റ് ഗിൽമാൻസ് ദ യെല്ലോ വാൾപേപ്പർ ആൻഡ് ഹെൻറി ഗിബ്സൺസ് ദ മോസ്റ്റ് ഫേമസ് ദ ഡോൾസ് ഹൗസ്. അപ്പൊ ഈ വർക്ക്സിലെല്ലാം ഈ ഒരു ഫെമിനിസം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ്. ഇനി സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് 1960 to 1980 ആണ്. സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ബിഗാൻ വിത്ത് ദ അറൈവൽ ഓഫ് ബെറ്റി ഫ്രീഡൻസ് ദ ഫെമിനൈൻ മിസ്റ്റിക്. ബെറ്റി ഫ്രീഡന്റെ ഫെമിനൈൻ മിസ്റ്റിക് എന്ന് പറഞ്ഞ വർക്കിലൂടെയാണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസ്റ്റിന് തുടക്കം കുറിച്ചത്. ഇനി ഈ ഒരു വേവിന്റെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. സ്ത്രീയുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എന്താണ്? പൊളിറ്റിക്കലായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരിക്കലും അത് പേഴ്സണലായിട്ട് മാത്രം ഇങ്ങനെ ഒതുക്കി പിടിക്കേണ്ട കാര്യമല്ല. ഇറ്റ് ഈസ് ഓൾസോ പൊളിറ്റിക്കൽ. ആൻഡ് ദ ഓതേഴ്സ് ലൈക്ക് ഡോറിസ് ലെസ്ലി, ഐറിസ് മോർഡോക്ക്, മാർഗരറ്റ് ട്രാബിൾ, ആംഗുല കാർട്ടർ അപ്പിയർഡ് ഇൻ ദ ലിറ്റററി സീൻ. ഇനി കീ കൺസേൺസ് ഇവർ അഡ്രസ് ചെയ്ത മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കാം? ദ റേസിംഗ് കോൺഷ്യസ്നെസ് അബൌട്ട് ജെൻഡർ ബേസ്ഡ് വയലൻസ്, പിന്നെ ഡൊമസ്റ്റിക് അബ്യൂസ്, സെക്ഷൽ ലിബറേഷൻ ഓഫ് വിമൻ, ഇൻഇക്വാലിറ്റീസ് ഇൻ വർക്ക് പ്ലേസ്, ലീഗലൈസിങ് അബോർഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. ഈ കാര്യങ്ങളൊക്കെയാണ് കീ കൺസേൺസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി തേർഡ് വേവ്
third wave 1990 to 2000 ആണ്. It rose partially as a response to the perceived failures of the second wave feminism. സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റില് എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പം അതിന്റെ ആ ഒരു ഫെയില്യൂഴ്സ് എല്ലാം നികത്തിക്കൊണ്ട് വന്ന ഒരു ഫെമിനിസം അല്ലെങ്കിൽ ഒരു ആ മൂവ്മെന്റ് ആണെങ്കിൽ ഒരു വേവ് ആണ് ഈ ഒരു തേർഡ് വേവ് എന്ന് പറയുന്നത്. മാർഗരറ്റ് ആറ്റ്വുഡ്, സാഡി സ്മിത്ത്, ജോയ്സ് ഓട്ട്സ് ഒക്കെയാണ് മെയിൻ ലിറ്റററി ഫിഗേഴ്സ് ഓഫ് ദ പീരിയഡ്. ഇനി എന്തൊക്കെയാണ് കീ ഇഷ്യൂസ് അവർ അഡ്രസ് ചെയ്തത്? ചേഞ്ച് ഇൻ ദ സ്റ്റീരിയോടൈപ്പ് ആൻഡ് ഓൾസോ സെക്ഷുവൽ ഐഡന്റിറ്റി. ഇനി വുമൻസ് റൈറ്റിംഗ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്പ്, എന്തൊക്കെ ട്രെൻഡ്സും ഡെവലപ്മെന്റും ആണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഫീൽഡിൽ എന്ന് നോക്കാം. As a social constructivist view of the gender began to take shape, the seeds of which were sown in the first wave, and the sex and gender were distinguished between, feminists began to look at and identify psychological, social, culture, and political implication of the gender norms. എല്ലാ കാര്യങ്ങളും പ്രധാനമായി അഡ്രസ് ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെയാണത്? ഐഡന്റിഫൈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ആൻഡ് ഓൾസോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടുതലായി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഒരു വേവ്സിലൂടെ സാധിച്ചു. ആൻഡ് വുമൻ റൈറ്റേഴ്സ് ഹാഡ് എ സ്ട്രോങ് പ്ലേ ഇൻ അൺഡൂയിങ് ദീസ് ഇംപ്ലിക്കേഷൻ. ഇൻ ഫാക്ട്, ദ അപ്ടേക്ക് ഓഫ് വുമൻസ് റൈറ്റിംഗ് ആസ് എ ഡിസ്റ്റിങ്റ്റീവ് ലിറ്റററി കൾച്ചർ സിൻസ് ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് ഹാസ് ബീൻ മാനിഫോൾഡ്. അങ്ങനെയാണ് ഈ ഒരു വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ശാസ്ത്ര ശാഖയല്ല, ഇതിന്റെ ഒരു ലിറ്റററി ശാഖ തന്നെ ഉണ്ടാവാൻ കാരണം. This trend has given rise to a whole set of literary studies which specifically cater into women's texts. However, there are certain critics who oppose the employment of the term women's writing. ഈ ഒരു ശാഖ അല്ലെങ്കിൽ ഈ ഒരു ലിറ്റററി ഫീൽഡ് വന്നെങ്കിലും പക്ഷെ ധാരാളം ക്രിട്ടിക്സ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ഈ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ടേം കൊടുക്കുന്ന ഒട്ടും ശരിയായ കാര്യമല്ല, അങ്ങനെ ഒരു ജെൻഡർ ബേസ്ഡ് ശാഖയെ അല്ലെങ്കിൽ ഒരു ടേം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ കുറെ ക്രിട്ടിക്സ് ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തു. And over years, women's writing has bravely progressed towards an exploration of women's identity, the women's writers' refutation of a masculine literary tradition, and they have steadily moved towards the literature that is anchored in the inner space, and a room of one's own was a significant symbol of the same. എന്താണ് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കുറെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവര് പിൻവാങ്ങിയില്ല, അവര് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് തന്നെ ഒരു സ്പെസിഫിക് റിസർച്ച് ഏരിയ ആയിട്ട് തന്നെ മാറുകയാണ്. കൂടുതലായും സ്ത്രീകളുടെ കാര്യങ്ങളാണ് അവര് പ്രസന്റ് ചെയ്തത്. ആൻഡ് ഓൾസോ ദേ ആർഗ്യൂ ദാറ്റ് സ്ത്രീക്കും എന്ത് വേണം? ഒരു ഇന്നർ സ്പേസ് വേണം, അവൾക്കും ഇരിക്കാനായിട്ട് ഒരു സ്പേസ് വേണം. ഒരു പേട്രിയാർക്കലായിട്ട് അല്ലെങ്കിൽ ഒരു പേട്രിയാർക്കൽ ഡിപ്പെൻഡന്റ് ആയിട്ട് ഇരിക്കാതെ അവൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. ആൻഡ് ഓൾസോ ഷീ മസ്റ്റ് ഹാവ് എ റൂം ഓഫ് വൺസ് ഓൺ, അവൾക്ക് അവളുടേതായുള്ള റൂം വേണം. അപ്പൊ ഈ ഒരു ടേം നമ്മുടെ വിർജീനിയ വൂൾഫ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ വർക്കിന്റെ പേര് തന്നെ എ റൂം ഓഫ് വൺസ് ഓൺ എന്നാണ്. അപ്പൊ ഇതിലൂടെ പറയുന്നത് സ്ത്രീക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എഴുതാന് അവൾക്ക് സ്വന്തമായി ഒരു റൂം വേണം, അവൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. And since 1970s and 80s, there had been a significant surge of the critical work that analyzed women's writing in terms of the growing body of feminist thought. And French feminism in particular, which evolved during 1970s, the works of Julia Kristeva, Helen Sixos, and Luz Irigaray have extensively explored female subjectivity. പിന്നീട് ഫ്രഞ്ച് ഫെമിനിസം വരികയാണ്. ഇത് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് കടന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും കോണ്ടിനെന്റ്സിലേക്കും എല്ലാം സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. അപ്പം ഫ്രഞ്ച് ഫെമിനിസ്റ്റിന്റെ മെയിൻ ലിറ്റററി ഫിഗേഴ്സിനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. Language has been predicted by many feminists as opposing as a power which allows to control social relations in a way which we are not privy to discussing patriarchal ideologies in the misleading rhetoric. ഇപ്പൊ ലാംഗ്വേജ് എന്താണ്? ഇവരുടെ ഈ ഒരു വിമൻസ് റൈറ്റിംഗിൽ നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ ദ വേ ഓഫ് യൂസിങ് ദ ലാംഗ്വേജ് ഈസ് ഡിഫറെന്റ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇവര് നോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഡെയിൽ സ്പെൻഡർ ഇൻ ഹർ man-made language meditated at the length on how unlike and declarative and assertive manner of men's writing, women's writing were always differential and apologetic in its tone.
ഇപ്പൊ ഡെയിൽ സ്പെൻഡറിന്റെ മാൻമെയ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന വർക്കിൽ ഒരു മെൻസ് റൈറ്റിങ്ങും വിമൻസ് റൈറ്റിങ്ങും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ ആണ് നടക്കുന്നത്. അവിടെ ആ ഒരു ഡിഫറൻഷിയേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മെൻസ് റൈറ്റിംഗിൽ എന്താണ്, അവർ കുറച്ചുകൂടെ ഡിക്ലറേറ്റീവ് ആണ്, അസേർട്ടീവ് മാനർ ആണ്. എന്നാൽ വിമൻസ് റൈറ്റിംഗിൽ കുറെ കൂടെ ഒരു പൊളൈറ്റ് ടോണിലാണ് അവർ എഴുതിയിരിക്കുന്നത്. റൈറ്റേഴ്സ് ഓഫ് ദ ലാസ്റ്റ് 3 decades ഓഫ് ദ 20th century എന്ന് പറയുന്നത് ജാനറ്റ് വിൻഡേഴ്സൺ, ആഞ്ചല കാർട്ടർ, ഫേ വെൽഡൺ ആൻഡ് കാത്തി ആക്കർ among others reflect. ഹെലൻ സിക്സോഫ് described the écriture féminine in the lamp of the medicine. അപ്പം കാലങ്ങൾ കഴിയും തോറും ഫെമിനിസ്റ്റിൽ തന്നെ പുതിയ പുതിയ ടേംസ് കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു ടേമാണ് എക്രിച്ചർ ഫെമിനിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ their writings reflect a female consciousness which bring into the style, themes, diction and tropes intrinsically in the distinct male authors. അതുപോലെ തന്നെ യൂസ് ഓഫ് മിസ്റ്റിക് ലാംഗ്വേജസ്, പൺസ്, വേർഡ് പ്ലേ, വിഷ്വൽ ഓൾട്രേഷൻസ്, പിന്നെ എന്താണ് ഹൈഫൻ, വിഷ്വൽ ഓൾട്രേഷനിലുള്ളിൽ വരുന്നതാണ് ഹൈഫന്, പാരസിസിസ് ബിക്കം കോമൺ. അപ്പം നമ്മൾ വായിക്കുന്ന കൂട്ടത്തിൽ മാത്രമല്ല ഇവര് പിക്ചോറിയൽ ആയിട്ടും കുറച്ച് വിഷ്വൽ ആൾട്രേഷൻസ്, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കുറെ ഹൈഫൻസ്, കോമാസ് കാര്യങ്ങളെല്ലാം ഇവര് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാരക്ടേഴ്സിന് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട്. മോർ ഫ്ലൂയിഡ് ക്യാരക്ടേഴ്സ് വി ക്യാൻ സീ ഇൻ ദ വിമൻ റൈറ്റേഴ്സ്. ഇനി another seminal work of the 1970 was A Literature of Their Own by Elaine Showalter. Elaine Showalter another important figure of the women's writing ആണ്. അവരുടെ A Literature of Their Own എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. ഷോവാൾട്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവര് ഈ ഒരു ലിറ്റററി കൾച്ചറിനെ, ഈ ഒരു വിമൻസ് റൈറ്റിംഗിലെ ലിറ്റററി കൾച്ചറിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? ദ ഫെമിനൈൻ, ദ ഫെമിനിസ്റ്റ് ആൻഡ് ദ ഫീമെയിൽ പാർട്ട്. ഇനി ഷി ഓൾസോ കോയിൻഡ് ദ വേർഡ് ജൈനോക്രിറ്റിസിസം. ജൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ടേമും കോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് certain other works of the Simone de Beauvoir, The Second Sex, Betty Friedan's Feminine Mystic already നമ്മൾ പറഞ്ഞു, and Kate Millet's Sexual Politics, Judith Butler's Gender Trouble, Feminism and the Subversion of the Identity have influenced literature by the women across the world. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ എന്താണ് എഴുതുകയാണ്, വിമൻസ് റൈറ്റിംഗിൽ പുതിയ പുതിയ അർത്ഥങ്ങൾ വെച്ച് അല്ലെങ്കിൽ അവരുടേതായ ലാംഗ്വേജിന് ദേ ആർ റൈറ്റിംഗ്. ഇനി വിമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ അഡ്രസ് ചെയ്തത്, അതുപോലെ തന്നെ കീ ലിറ്റററി ഫിഗേഴ്സും അവരുടെ വർക്ക്സും അവർ കോയിൻ ചെയ്ത കുറെ ടേംസുമാണ് നോക്കിയത്. എന്നാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻ ദ 19th century ബ്രിട്ടൻ ആൻഡ് അമേരിക്ക ദ പ്രോബ്ലംസ് അഡ്രസ്ഡ് ബൈ ദ ഫെമിനിസ്റ്റ് ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ടു വോട്ട്, to be free from wearing corset, to be allowed to hold meaningful occupation outside of the home, etc. 19th century ബ്രിട്ടനിലും അമേരിക്കയിലൊക്കെ അവർ അഡ്രസ് ചെയ്ത പ്രോബ്ലംസ് ഇതൊക്കെയായിരുന്നു. റൈറ്റ് ടു വോട്ട്, ടു ബി ഫ്രീ ഫ്രം വിയറിംഗ് കോർസെറ്റ്സ്, ടു ബി അലൗഡ് ടു ബി മീനിങ് ഓക്കുപേഷൻ ഔട്ട്സൈഡ് ഓഫ് ദ ഹോം, പിന്നെ വേജസിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ അഡ്രസ് ചെയ്തത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഫെമിനിസം encompass such causes of the abolition of the practice of sati and also child marriage, female infanticide and restriction of the female education, inheritance of law, etc. ഈ ഇഷ്യൂസ് ഒക്കെയാണ്. ഈ ഇഷ്യൂസ് മാത്രമല്ല, ഇതിലും കൂടുതൽ ഇഷ്യൂസ് ആണ് ഇന്ത്യൻ ഫെമിനിസ്റ്റിൽ നമുക്ക് അഡ്രസ് ചെയ്യാനുള്ളത്. Even then, the reformatory efforts were largely limited to upper class and mostly Brahminical women. It was only that issues like women's health, domestic abuse, wage legislation, the rights of the tribal and Dalit women were acknowledged. Such widespread of the disparity of the issues being addressed and speak volumes of the need culture-specific feminism and women's writing. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് അബ്യൂസ് ഉണ്ട്, വിമൻസ് ഹെൽത്ത് ആൻഡ് ലെജിസ്ലേഷൻ, റൈറ്റ് ടു വോട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദളിത് വുമനും ധാരാളം പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറെ സൊസൈറ്റി ഉണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യണം. വെസ്റ്റേൺ ഫെമിനിസം വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ വൈഡ് ആണ് ഇന്ത്യൻ ഫെമിനിസം. ധാരാളം ഇഷ്യൂസ് ആണ് ഇവിടെ അഡ്രസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒരു കൾച്ചർ സ്പെസിഫിക് ഫെമിനിസം ആയിട്ട് മാറുകയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ. And hence the syllabus of the paper, ഈ ഒരു പേപ്പറിന്റെ സിലബസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവ്സ് ഓഫ് വിമൻസ് റൈറ്റിംഗ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്രോസ് എന്താണ് ബൗണ്ടറീസ്, ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് അല്ലാതെ എല്ലാം ഏതൊക്കെ രീതിയിലാണ് ഫെമിനിസ്റ്റിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്.
And the latter half of the 20th century writers like Kamala Markandeya, Anita Desai, Shashi Deshpande, Nayantara Saigal, Geeta Hariharan, among others, become popular in exploring middle-class women's quest for fulfillment. ഒരു 20th century റൈറ്റേഴ്സ് ആണ് ഇവരൊക്കെ. കമല മാർക്കണ്ഡേയ, അനിത ദേശായി, ശശി ദേശ്പാണ്ഡെ, നയൻതാര സൈഗൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ കൂടുതലായും പോർട്രേ ചെയ്തത് കുറെ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ. അതിൽ അവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകാം, ഡൊമസ്റ്റിക് അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് അവര് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ബട്ട് there were authors like ഇസ്മത് ഷുഗാദേവ്, അമൃത പ്രീതം, കൃഷ്ണ ഷോപ്തി, ഗൗരവ് പാണ്ട്, റഷീദ് ജഹാൻ, who had dealt with women's issues with unconventionality and rigor in the pre-independent as well. അപ്പം ഈ ഒരു പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് ആ ഒരു സമയം, ഇൻഡിപെൻഡൻസ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ടൈമിലും സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ റൈറ്റേഴ്സ്. Active resistance as opposed to the passively accepting oppression has become one of the major hallmarks of modern Indian women's writing. Authors like Mahashweta Devi and Arundhati Roy have managed to bridge gap between activism and the academy and have employed the works of the fiction to voice their concerns about marginalized communities such as women, Dalits, transgenders, tribals, and also leveled their criticism against bureaucrats, policymakers, police officers, and upper caste men. അപ്പം ഒരു 20th century ഇവരും 20th century റൈറ്റേഴ്സ് ആണ് ഈ മഹാശ്വേത ദേവിയും അരുന്ധതി റോയും. ഇവരും എന്താണ് ഭയങ്കരമായ സീരിയസ് ഇഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ദെയർ വർക്ക്സ് വാസ് ദേ എന്താണ് പോർട്രേറ്റ് ദ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ലൈക്ക് ദളിത്, ട്രാൻസ്ജെൻഡേഴ്സ്, ട്രൈബൽ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ റൈറ്റേഴ്സ് കൂടുതലായും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വന്നത്. And also they had or they raised severe criticism. വിമർശിക്കുകയാണ് ആരെയൊക്കെ, ബ്യൂറോക്രാറ്റ്സിനെയും പോളിസി മേക്കേഴ്സിനെയും പോലീസ് ഓഫീസേഴ്സിനെയും എല്ലാം. ഇവരെല്ലാവരും സ്ത്രീകളോട് വളരെ ക്രൂരമായി തന്നെയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ കൂടുതലായി എക്സ്പ്ലോയിറ്റ് ചെയ്ത കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇവരെന്ന് പറയുന്നത്. And modern day critics like writers like Nivedita Menon, Namita Gokhale have dealt with other issues such as the threat that caste politics pose to women empowerment, sexual harassment in the workplace, politicization within households, intersectionality, and queer identities. Modern day critic writers ആണ് നിവേദിത മേനൻ, നമിത ഗോഖലെ എന്നൊക്കെ പറയുന്നത്. അവരും ഇതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ധാരാളം കാസ്റ്റ് പൊളിറ്റിക്സ്, പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇവരും ഡിസ്കസ് ചെയ്തത്. ഇനി ആക്റ്റീവ് റൈറ്റേഴ്സ് ലൈക്ക് ലക്ഷ്മി നാരായൺ ത്രിപാഠി, അവർ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ടു റെപ്രസെന്റ് ദ കമ്മ്യൂണിറ്റി അറ്റ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ അകാ രേവതി, ഷി വാസ് ഓൾസോ എ ഫസ്റ്റ് transgender person to write an autobiography, have also contributed to the amelioration of the circumstances of the status of gender-queer persons in India. അപ്പം മിയർലി വിമൻ റൈറ്റേഴ്സ് മാത്രമല്ല, പല പല മാർജിനലൈസ്ഡ് സെക്ഷൻസിൽ നിന്നും ആൾക്കാർ വരികയാണ് ഈ ഒരു ഫീൽഡിലേക്ക്. ഇതെല്ലാം എൻകോംപോസ് ചെയ്യുന്നതാണ് വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ക്യൂർ തിയറി ഉണ്ട്, ട്രാൻസ്ജെൻഡർ തിയറി ഉണ്ട്, ദളിത് തിയറി ഉണ്ട്. അതേപോലെ ദളിത്സിന്റെയും ട്രൈബൽസിന്റെയും എല്ലാവരുടെയും പ്രശ്നം എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഈ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ്. ഈ യൂണിറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യും. താങ്ക് യു.